ആ, എന്താ സന്തോഷേ? ജോലിക്ക് പോയില്ലേ? എന്ത് കാശ് വേണം? അല്ല, അപ്പം നിനക്ക് അവന്മാർ കാശൊന്നും തരുന്നില്ലേ? ഈ പാൻറ്റും കോട്ടൊക്കെ ഇട്ടിട്ട് നീ പോകുന്നത് കാണുമ്പോൾ ഞാൻ വിചാരിക്കലുണ്ട്, ഓ അയ്യോ എൻ്റെ മോനങ്ങ് കലക്ടറായി പോയി. എത്രയൊക്കെ ശമ്പളമായിരുന്നു മാസം? എൻ്റെ മോനെ, ഞാൻ പറയുന്നത് കേൾക്ക്. നീ ഈ വേഷമൊക്കെ മാറ്റിയിട്ട് ഒരു നാടൻ പണിക്കങ്ങ് പോടും. എന്നാൽ എനിക്ക് ദിവസയിലും പൈസയാക്കാം, ശരീരത്തിനുള്ള ആരോഗ്യം കിട്ടും. കേട്ടില്ലേതാ? ഇവനെപ്പോലെ ലോകന്മാർ ഈ പാൻറ്റും കുത്തിക്കയറ്റില്ല പണിക്ക് പോകുള്ളൂ എന്നാണ് പറയുന്നത്. ഈ ഏമാന്മാർ ഇവന്മാർക്കുള്ള പൈസയും കൊടുക്കുക, ഒന്നുമില്ല. റീചാർജ് ചെയ്യാൻ പറയാം, ഞാൻ കൊടുക്കണം. എന്താല്ലേ അവസ്ഥ? ഇന്നിപ്പോൾ ബസ് സ്റ്റോപ്പിൽ സിഗരറ്റും വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരുന്നാൽ പോലും നാടൻ പണിക്ക് ആളെ കിട്ടാനില്ല. അതുകൊണ്ടല്ലേ നമ്മളെ ബംഗാളികളും ബീഹാരികളൊക്കെ വന്നിട്ട് ഇവിടെ ഇപ്പം നാട്ടിൽ പണിയെടുക്കാൻ മടിച്ചിട്ട ആൾക്കാർ. എന്തുണ്ട് ഇപ്പോൾ ബീഹാറിയും ബംഗാളികളൊക്കെ ഇവിടെ ഇപ്പോൾ സ്വർഗമല്ലേ. പെരുമ്പാവൂരൊക്കെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ബംഗാളിലെത്തി വന്നു. അതിലിപ്പം നല്ലവരും ചീത്തവരും തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് നമുക്ക് കണ്ടാൽ. ഇവനെ പോലുള്ളവന്മാർ നാടൻ മണിക്കും അങ്ങനെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ബംഗാളികളും ബീഹാറികളും കൂടി ഇങ്ങനെ നിരങ്ങുക. ഇവന്മാർക്കൊക്കെ ഇങ്ങനെ പാൻറ്റും കോട്ടും കൂട്ട പണിയേ പറ്റൂ. എന്നാൽ അപ്പം അതിനനുസരിച്ച് പൈസ കിട്ടുന്ന തിരക്കല്ല. ഈ കോപ്പറേറ്റുകളനുസരിച്ച് പൈസ കൊടുക്കണോ? ഇങ്ങനെ പീഞ്ഞെടുക്കാന്നല്ലാണ്ട് ഇവന്മാരൊന്നും ഇങ്ങനെയുള്ളവർക്ക് പൈസ ഒന്നും കൊടുക്കില്ല. മോനെ, അച്ഛൻ പറയുന്നത് നീ ഇതൊക്കെ മാറ്റിയിട്ട് നാളെ മുതൽ നല്ല പണിക്ക് നിങ്ങൾ പോകാം, മനസ്സിലായേ? ഇന്നേതായാലും എനിക്ക് ആ കാശ് തരാം. കേൾക്കുമോ നീ? കേട്ടാൽ എനിക്കും കൊള്ളാം, അത്രേ ഉള്ളൂ. വയസ്സ് 10-35 ഇനി ഇങ്ങനെ വേഷം കൂട്ടി നടക്കാണ്ടുള്ള പെണ്ണും കെട്ടി ജീവിക്കണ്ട എനിക്ക്. കേട്ടാൽ എനിക്കും കൊള്ളാം, അത്രേ ഉള്ളൂ. ഒരു 500 ഉറുപ്പ്യ കൊടുക്ക് കേട്ടാ. ഞാൻ വെള്ളം മേടിച്ചു കൊടുക്ക്. നന്നായാൽ അവർക്ക് നന്നായി, ഇത്രയേ ഉള്ളൂ.